നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ഈ 10 കൊല്ലത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ ഇറങ്ങി തൊട്ട് പിന്നാലെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, കയ്യേറ്റങ്ങൾ ഇതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി കയ്യേറ്റങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള. നമുക്കറിയാം, ലോ അക്കാഡമി തിരുവനന്തപുരത്ത് 2017 നമ്മുടെ കേരളത്തെ മൊത്തം കിടുക്കിയ ഒരു സംഘമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്, അല്ലേ? സംഘം അവരാണ് ഈ മൊത്തം. അന്ന് പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാർ വന്നിട്ട് 1 വർഷമാകുന്നു. ആ സമയത്ത് നടത്തിയ ഒരു സമരം. പക്ഷേ ലോ അക്കാഡമി അറിയപ്പെടുന്നത് തന്നെ ഒരു കോലിയക്കോട് നാരായണൻ നായരുടെ പേരിലല്ല. അദ്ദേഹമാണ് എൻ്റെ സ്ഥാപകൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കോലിയക്കോട് കൃഷ്ണൻ നായരുടെ അക്കാഡമി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹം വാമനപുരം 2 തവണ MLA ആയിരുന്നു. വാമനപുരം MLA ഇപ്പോഴുണ്ട്. സർക്കിൾ സഹകരണ യൂണിയൻ്റെ ചെയർമാനാണ്. സഹകരണ യൂണിയൻ ചെയർമാൻ, അല്ലേ? ഈ സംഘങ്ങളൊക്കെ ക്ലാസ്സൊക്കെ പഠിപ്പിക്കുന്ന അവിടെ JDCക്കൊക്കെ അങ്ങനെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ ദുരൂഹമാണ്. സഹകരണ യൂണിയൻ്റെ സഹകരണ രജിസ്ട്രാർ വകുപ്പുള്ളപ്പോൾ സംസ്ഥാന സഹകരണ വകുപ്പിനൊരു രജിസ്ട്രാർ ഓഫീസുണ്ട്, ഓഡിറ്റ് ഓഫീസുണ്ട്, പിന്നെ ജില്ലാ ഓഫീസുകളുണ്ട്, ട്രിബ്യൂണലുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ ഓംബുഡ്സ്മാൻ ഉണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ ഈ സഹകരണ യൂണിയൻ എന്തിനാണെന്നാണ് ഒരു ചോദ്യം. അത് ഇപ്പോഴും ആ യൂണിയൻ്റെ പ്രവർത്തനമൊക്കെ തികച്ചും ദുരൂഹമാണ്. കാരണം എന്താണ് അവർ ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് സെക്രട്ടറി തൊട്ട് പിന്നാലെ ഒരു ബഹുനില കെട്ടിടമൊക്കെ സ്വന്തമാക്കി യൂണിയൻ സ്വന്തം നിലയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ JDC അടക്കമുള്ള കോഴ്സുകൾ നടത്തുന്നതല്ലാതെ മറ്റ് സംഭവങ്ങളൊന്നും കാണാനില്ല. പക്ഷേ അദ്ദേഹമാണ് എൻ്റെ ചെയർമാൻ, സഹകരണ യൂണിയൻ ചെയർമാൻ. ഇദ്ദേഹത്തിൻ്റെ ഡയറക്ടറാണ് ഈ കോലിയക്കോട് കൃഷ്ണനായരും ഡയറക്ടറാണ്. അതെ. ഇപ്പോൾ ലോ അക്കാഡമി ഇപ്പോൾ വാർത്തകൾ ഇടം പിടിച്ചിരിക്കുന്നത് ഏതാണ്ട് 600 കോടി രൂപയുടെ ഭൂമി അവിടെ കയ്യേറിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതായത് മുമ്പ് ഇപ്പോൾ ഈ സർക്കാർ ഭൂമി വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് അന്ന് പാട്ടത്തിന് കൊടുത്ത ഭൂമി അത് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു വന്ന അന്നത്തെ വിവാദം അതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വേറൊരു തൊട്ട് പിന്നാലെ ഒരു കോളനി ഉണ്ട്. ഈ കോളനി എന്നുള്ള സ്ഥലമൊക്കെ കയ്യേറി സർക്കാർ പുറമ്പോക്ക് കയ്യേറി എന്നാണ് പറയുന്നത്. കാരണം അതെ, ഇതിനടുത്താണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള പ്രധാന ജലവിതരണ പൈപ്പുകൾ പോകുന്നത്. അവിടെ വാട്ടർ അതോറിറ്റിയുടെ കുറേ സ്ഥലമുണ്ട്, പിന്നെ പമ്പിങ് സ്റ്റേഷനുണ്ട് ഇതിന് മുന്നിൽ. അപ്പം ഇതിനപ്പുറത്ത് ഒരുപാട് സർക്കാർ ഭൂമി, ഈ ഹാർവിപുരം കുന്ന് നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ ഭൂമി ഒരുപാട് കിടപ്പുണ്ട്. അതായത് അങ്ങ് അകത്തോട്ടാണ്. നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഈ സിവിൽ സ്റ്റേഷൻ കുടപ്പനക്കുന്നിൻ്റെ ആ ഭാഗം വരെ പോകുന്ന അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഈ 600 കോടി രൂപയുടെ ഭൂമി കയ്യേറ്റം. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത് അവിടെ വാണിജ്യ സ്ഥാപനങ്ങൾ നിർമ്മിച്ച് പ്രവർത്തിക്കുന്നുള്ളത്. എന്തുമാത്രം എന്ത് ധാർഷ്ട്യത്തോടെയാണ് ബാങ്ക്, ഹോട്ടൽ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ്. അതായത് ഈ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി കൊടുത്ത ഭൂമി അവർ വിദ്യാഭ്യാസ ഇതര ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിച്ചു. ഇത് ഈ പാട്ടത്തിനടുത്ത് ഈ പറഞ്ഞതുപോലെ അവിടെ വിദ്യാഭ്യാസ സംബന്ധമായി ഈ ലോ അക്കാഡമിക്ക് ആവശ്യമായ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാം, ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യാം. പക്ഷേ അവർ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ചില കെട്ടിടങ്ങൾ നിർമ്മിച്ച് അത് വാടകയ്ക്ക് കൊടുത്ത് അതിൻ്റെ വാടക കൂടി വാങ്ങുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഇത് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇതുമായിട്ട് രാജേഷ് ജി പറഞ്ഞതുപോലെ 2017 ഈ വിവാദങ്ങൾ ഉയരുന്നത്. 2017 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അവിടെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഈ പറഞ്ഞതുപോലെ ജാതി പീഡനം നേരിടേണ്ടി വന്നത്. അതിനെ തുടർന്നുണ്ടായ സമര കോലാഹലങ്ങൾക്കിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ അന്ന് ചില മാധ്യമങ്ങളെങ്കിലും ഇതിൻ്റെ പുറകെ പോയി ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി. ഇതെങ്ങനെയാണ് ഇവർക്ക് കിട്ടിയതെന്നും ഇവർക്ക് എത്ര വർഷത്തേക്ക് പാട്ടത്തിന് കിട്ടിയെന്നും എന്തൊക്കെ ചെയ്യാമെന്നും ഒക്കെയുള്ള പഴയ പാട്ട വ്യവസ്ഥയൊക്കെ പൊടിതട്ടിയെടുത്ത് കൊണ്ടുവന്ന് പുറത്ത് ഈ പറഞ്ഞതുപോലെ അത് വലിയ വാർത്തയായി. അങ്ങനെ ആ വാർത്തയായതിനു ശേഷമാണ് അന്ന് അതിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ലക്ഷ്മി നായർ ആ സ്ഥാനം മാറേണ്ടി വന്നതും ഒക്കെ. എന്തായാലും ഇത് ഈ കോലിയക്കോട് കൃഷ്ണൻ നായരും അദ്ദേഹത്തിൻ്റെ സഹോദരൻ കോലിയക്കോട് നാരായണൻ നായരും ഒക്കെ ചേർന്നാണ് ഈ അക്കാഡമി ആരംഭിച്ചത്. അതിൽ ഇവരെല്ലാം ഡയറക്ടർമാരാണ്. അതുകൊണ്ട് തന്നെ ഈ കോലിയക്കോട് കൃഷ്ണൻ നായർ CPMൻ്റെ ഒരു സമുന്നത നേതാവായിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ എന്തൊക്കെ അന്വേഷണം നടക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 2017 ആ സമരമൊക്കെ നടന്നെങ്കിലും തൽക്കാലം ഈ ലക്ഷ്മി നായർ സ്ഥാനമൊഴിഞ്ഞതോടുകൂടി
ആ സമരത്തിൻ്റെ ആവേശമൊക്കെ അത് അന്ന് BJP-യും പിന്നെ പേരിന് കോൺഗ്രസും BJP ആണത് ശക്തമായ സമരം അന്ന് നടത്തിയത്. അതിലൂടെ BJP-ക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഒരുപാട് വിദ്യാർത്ഥി ഈ നേതാക്കൾക്ക് മർദ്ദനമേറ്റു. പോലീസ് വളരെ കിരാതമായിട്ടാണ് പോലീസ് KSU പ്രവർത്തകരെയും ABVP പ്രവർത്തകരെയും BJP-കാരെയും യുവമോർച്ചക്കാരെയും ഒക്കെ നേരിട്ടത് വളരെ കിരാതം. അല്ലെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ BJP-യുടെ SC മോർച്ചയുടെ നേതാവായിരുന്ന ഡോക്ടർ PP വാവ. അദ്ദേഹം ഒരു റിട്ടയർഡ് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. മത്സരിച്ച അദ്ദേഹത്തിന് അടി കൊണ്ടൊരു കണ്ണിന്റെ കാഴ്ച പോയി. ഒരു കണ്ണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോലീസ് ലാത്തിച്ചാർജിൽ. അങ്ങനത്തെ ഒരു എന്താ പറയാ വലിയ രീതിയിൽ പോലീസ് അടിച്ചമർത്തിയതാണ്. അപ്പൊ ഉമ്മൻചാണ്ടി സർക്കാർ ഇതേപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം തുടക്കമിട്ടിരുന്നു. ഇവർക്ക് ഈ ഭൂമി എങ്ങനെ കിട്ടി, ഇവരത് അനധികൃതമായി കൈവശം വെച്ചിട്ടുണ്ടോ, കയ്യേറിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അന്നത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്നത്തെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ അനധികൃത കയ്യേറ്റമുണ്ട്. ഇത് മാത്രമല്ല, ഈ ഹാർവിപുരം കോളനിയുടെ ഭാഗമായിരിക്കുന്ന കുറേ ഭൂമി, സർക്കാർ ഭൂമി, അവിടെ കുറേ പാവപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ വലിയ രീതിയിൽ അവർ ഈ ഹിന്ദു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ ഉള്ളത് കൂടുതലും. അല്ലാത്തവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയി ഇടയ്ക്ക് എന്തോ ഒരു വാർത്ത ചെയ്യാൻ വേണ്ടി പോയതാണ്. അവിടെ ചില സേവന പ്രവർത്തനങ്ങളൊക്കെ രാജഭരണകാലത്താണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അവർക്ക് ആ കോളനി അനുവദിച്ചു കൊടുത്തത്. അതിപ്പോൾ കോളനി എന്ന് പറയാൻ പാടില്ല, ഉന്നതി എന്നേ പറയാം. പിന്നെ അതിന്റെ പേരങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. മനസ്സിലാവുള്ളൂ. പക്ഷെ അവരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മളത് പറയുന്നത്. പക്ഷെ അവിടെ ദയനീയമാണ് അവിടുത്തെ അവസ്ഥ. കുറെ പാവപ്പെട്ട ആൾക്കാർ, രോഗികൾ ഒക്കെയാണ്, കൂലിപ്പണിക്കാർ, നല്ല ജോലിയൊന്നും ഇല്ലാത്ത വളരെ ദയനീയമായ അവസ്ഥ. അവിടുത്തെ അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, ഇതൊക്കെയുണ്ട്. ആ ഭൂമിയാണ് ഇവർ കയ്യേറിയിരിക്കുന്നത് കുറേ ഭാഗം. അങ്ങനെ ഒരു വലിയ പ്രശ്നം അതിനകത്ത് നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ വലിയ രീതിയിൽ മതപരിവർത്തനമൊക്കെ നടക്കുന്നുണ്ട് ഈ കോളനിയിൽ. അതും ഒരു പ്രശ്നമാണ്. ഇരിക്കട്ടെ. അപ്പം അങ്ങനെ ഇതെല്ലാം ഈ ഉമ്മൻചാണ്ടി 2011, 2016 കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് അന്വേഷണം ഈ പറഞ്ഞതുപോലെ ആരംഭിച്ചതും അത് വലിയ രീതിയിൽ എന്താ പറയണ്ട മുന്നോട്ട് പോയി. അതിൻ്റെ കുറേ വിവരങ്ങളൊക്കെ വന്നില്ല. പക്ഷേ 2016 അധികാരമാറ്റമുണ്ടായി. പിണറായി സർക്കാർ വന്നതോടുകൂടി ഈ അന്വേഷണം എല്ലാം നിലച്ചു. നടപടികളൊന്നുമില്ല. അതുവരെ എടുത്ത നടപടികളെല്ലാം നിർത്തിവെച്ചു. അപ്പോഴാണ് ഈ 2017 ഈ ഒരു വിദ്യാർത്ഥിനിക്ക് ജാതി പീഡനം നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ആ പ്രക്ഷോഭം ആരംഭിച്ചപ്പോഴത്തേക്കും ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് റിപ്പോർട്ടുകളുടെ കുറേ ഭാഗങ്ങൾ പുറത്തു വന്നു. അത് ചർച്ചയായി, മാധ്യമങ്ങളിൽ അത് വലിയ വിഷയമായി. കാരണം ഈ സമരം അറിഞ്ഞോ അറിയാതെയോ പോലീസ് ഇത് അക്രമാസക്തമാക്കി. ഈ BJP-യുടെ സമരത്തെ ലാത്തിചാർജ് കൊണ്ട് നേരിട്ടു, KSUവിൻ്റെ സമരത്തെ ലാത്തിചാർജ് കൊണ്ട് നേരിട്ടു, ABVP-ക്കാർക്ക് അടിയുണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ DYFI-ക്കാരും അവിടെ പോയി എന്തൊക്കെയോ കീജയ് വിളിച്ചു. അവരകത്തെ SFIയുടെ ഈറ്റിലാണല്ലോ. നമ്മുടെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് കഴിഞ്ഞാൽ പിന്നെ SFIയുടെ അടുത്ത് ഈറ്റിലും ഈ ലോ കോളേജും ലോ അക്കാഡമിയും രണ്ടും. അതെ, ഈ ലോ അക്കാഡമിയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. ഈ SFI ഉണ്ട്, KSU ഉണ്ട്, ABVP ഉണ്ട്. അല്ല, കാരണം ഇവർക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളെ പിണക്കാതെ കൊണ്ടുപോയേ പറ്റുള്ളൂ. കാരണം ഈ മടിയിൽ കനമുള്ളവനാണ് വഴിയിൽ പേടിക്കേണ്ടത്. അതുകൊണ്ട് ആ രീതിയിലൊക്കെ പോയിരുന്നു. അവർ നല്ല നല്ല പ്രവർത്തനങ്ങൾ അക്കാഡമിക് മേഖലയിൽ നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊന്നും നമ്മളില്ലെന്ന് പറയുന്നില്ല, തുടരുന്നുണ്ട്. നല്ലൊരു ലോ അക്കാഡമി തന്നെയാണത്. മോശം സ്ഥാപനമാണ്. ഒരുപാട് CPM-കാര്, KSU-കാര്, കോൺഗ്രസ്സുകാര്, BJP-കാരൊക്കെ അഡ്വക്കേറ്റ് ബിരുദം അവർക്ക് കിട്ടിയത് ഈ ലോ അക്കാഡമി കാരണമാണ്. അതെ, എല്ലാവർക്കും ലോ കോളേജിൽ എൻട്രൻസ് എഴുതി ജയിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ 2017 ഈ പറഞ്ഞതുപോലെ പിണറായി സർക്കാർ അതിക്രൂരമായിട്ട് ഈ സമരത്തെ അടിച്ചമർത്തുകയും ഈ താൽക്കാലികമായി ചില നടപടികളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ അക്കാഡമി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായർ മാറി നിൽക്കുകയും ചെയ്തതോടെ ഈ സമരം അങ്ങ് തണുത്തു.
പിന്നെ സമരത്തിന് വലിയ കോംപ്രമൈസ് ആയിരുന്നു. കോംപ്രമൈസ് പ്രിൻസിപ്പലിനെ അവിടുന്ന് മാറ്റി പ്രിൻസിപ്പലിനെ മാറ്റി. അതെ, അങ്ങനെ വഴങ്ങിക്കൊടുത്തു. BJPയും വഴങ്ങി. രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. അങ്ങനെയാണ് ഈ കേസ് അന്ന് ഒതുങ്ങിയത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും VD സതീശൻ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ 10 കൊല്ലം, പിന്നെ അതിനുശേഷം 2026 വരെ ഏതാണ്ട് 9 കൊല്ലം ഇത് അനക്കമില്ലാതിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊക്കെ ചില പൊട്ടലും ചീറ്റലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കേട്ടെങ്കിലും ഒന്നും ഫലവത്തായില്ല. പക്ഷെ ഇപ്പോൾ VD സതീശൻ സർക്കാർ വന്നതിന് ശേഷം ഈ ഫയലൊക്കെ പൊടി തട്ടിയെടുത്തു. കാരണം പഴയ ഉദ്യോഗസ്ഥർ അന്ന് 10 കൊല്ലം മുമ്പ് ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് അന്ന് വന്ന് റവന്യൂ വകുപ്പിൽ നിന്നും സ്ഥലം മാറ്റപ്പെട്ട ആ ഉദ്യോഗസ്ഥരിൽ പലരും അന്ന് ഈ കേസ് അന്വേഷിച്ച ചിലരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ തിരിച്ച് ഈ റവന്യൂ വകുപ്പിൻ്റെ തന്നെ തലസ്ഥാനത്തെ പല കേന്ദ്രങ്ങളിലായിട്ട് തിരിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ അവർ ഇതിന് വീണ്ടും ഇനിഷ്യേറ്റീവ് എടുത്ത് വീണ്ടും പഴയ റിപ്പോർട്ട് ഒന്ന് പൂർത്തിയാക്കി എടുക്കുകയായിരുന്നു. അതായത് ഇപ്പം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം, പാട്ടവ്യവസ്ഥാ ലംഘനം, സർക്കാർ ഭൂമിയുടെ ഉപയോഗം അഥവാ ദുരുപയോഗം, ഇതെല്ലാം ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും. അതാണ് ഇവർക്ക് വലിയ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, പാട്ടക്കരാറിൻ്റെ വ്യവസ്ഥകൾ, ഇതെല്ലാം ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നിസ്സാരമായിട്ട് നേരത്തെ ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെ അടിച്ചൊതുക്കി ഒക്കെ ഈ കേസ് എങ്ങനെയെങ്കിലും ചവിട്ടി പിടിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇനി അതത്ര എളുപ്പമല്ല. സർക്കാർ അനുവദിച്ച ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇതൊരു ആരോപണമല്ല, അത് ഒരു വലിയ പരാതിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ VD സതീശൻ സർക്കാരിന് കർശനമായ നടപടി എടുക്കേണ്ടി വരും. അതിനവർ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരായാണ് ഈ നടപടിയെങ്കിലും അതിൻ്റെ മാനേജ്മെന്റ് അവരാ സ്ഥലം എങ്ങനെ വിനിയോഗിച്ചു എന്നതിലാണ് ഈ അത് ഇപ്പോൾ VD സതീശൻ സർക്കാർ വന്നതിന് ശേഷം റവന്യൂ വകുപ്പ് ഈ വിഷയത്തിൽ തുടരന്വേഷണം നടത്തിയപ്പോൾ 2016 മുമ്പ് എന്തൊക്കെയാണോ രേഖകൾ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നത് അത് മുഴുവനും ഇപ്പോൾ ഇവർ ഈ റവന്യൂ വകുപ്പിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അത് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് അടച്ചുപൂട്ടാൻ സാധിക്കില്ല. അതുകൊണ്ട് അത്തരം നടപടികളൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ 600 കോടി രൂപയുടെ ഭൂമി കയ്യേറിയിരിക്കുന്നു. അവിടെ മറ്റ് പ്രവർത്തനങ്ങൾ, അതായത് വാണിജ്യ ആവശ്യങ്ങൾക്ക് കെട്ടിടങ്ങൾ കെട്ടിയിട്ട് അതിനെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ളത് ഗുരുതരമായ കണ്ടെത്തൽ തന്നെയാണ്. അതിന് അവർ സമാധാനം പറയേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സംശയമില്ല, ഈ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറി ഈ അനുവദിച്ചിരിക്കുന്നതിൽ കൂടുതൽ, പാട്ടത്തിന് അനുവദിച്ചിരിക്കുന്നതിൽ കൂടുതൽ ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നാണിപ്പോൾ റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിയമ നടപടികൾ ഉണ്ടാകും, സമഗ്രമായ അന്വേഷണം ഉണ്ടാവും. പക്ഷേ നിയമ നടപടി ഇക്കാര്യത്തിൽ സർക്കാരിന് സ്വീകരിക്കാൻ കഴിയും. അത് ഈ പറഞ്ഞതുപോലെ ഭരണത്തിൻ്റെ തണലിൽ ഒരു ഇടതുപക്ഷത്തെ CPIMലെ സമുന്നതനായ നേതാവ് ഡയറക്ടറായിരിക്കുന്ന ഒരു സ്ഥാപനം ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയ വീഴ്ചയും ഗുരുതരമായ ചട്ടലംഘനവും ക്രമക്കേടും ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ സർക്കാർ ഇതിൽ എത്ര ശക്തമായ നടപടിയെടുക്കും, ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കും, അതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് ഇതുപോലെ ഈ ലോ അക്കാഡമിയും ഒരു സ്ഥാപനവുമായി ചേർന്ന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ചേർന്നൊരു ഫ്ലാറ്റ് സമുച്ചയം കെട്ടിപ്പൊക്കിയിരുന്നു. അത് സ്ഥലം കയറി ആണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ അന്നേ അത് വിവാദമായിരുന്നു. അതായത് സെക്രട്ടേറിയറ്റ് വരുന്നവർക്കൊക്കെ ദിവസ വാടകയ്ക്ക് റൂം കൊടുക്കുന്ന ആ ഒരു സംവിധാനം. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇത്തരം നടപടികളിലേക്ക് പോകാൻ എങ്ങനെ കഴിയുന്നു എന്നത് അന്നേ ചർച്ചാ വിഷയമായിരുന്നു. ഇതിലുമൊക്കെ ഇപ്പോൾ വീണ്ടും അന്വേഷണം. അതൊക്കെ ഇത് തീർച്ചയായിട്ടും ഇതൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ ആ വിഷയങ്ങളും ഒക്കെ ഇതിനകത്ത് വരും. അത് ഈ പ്രത്യേകിച്ച് ഇവർ ഈ വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഒരു ചാരിറ്റി ആക്ട് അനുസരിച്ചാണോ, ആണെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെ, യഥാർത്ഥ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കേസുണ്ട്. അന്ന് വർഷങ്ങളായിട്ട് ആ കേസ് നിലനിൽക്കുകയാണ്. ഒരു ട്രസ്റ്റുമായി ചേർന്ന് അവരും ഇതിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്.
പിന്നെ അടുത്തത് വരുന്നത് ഇതുപോലെ ഇതെല്ലാം ചുരുക്കി പറഞ്ഞ ഇതെല്ലാം കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു കേസ് മാത്രമല്ല, കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് നിരവധി, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അവരന്വേഷിച്ചുകൊണ്ടിരുന്ന റവന്യൂ വകുപ്പ് അടക്കം വിവിധ സർക്കാർ വകുപ്പുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന വിവിധ ഭൂമി ഇടപാടുകൾ, ഭൂമി കൈയേറ്റങ്ങളൊക്കെ 2016 ആയപ്പോഴത്തേക്കും ഈ 2026 വരെ ഫ്രീസായിരുന്നു. അതിൽ മാത്രമല്ല, നമ്മൾ ഏത് വിഷയം എടുത്ത് നോക്കിയാലും അങ്ങനെയാണല്ലോ. സ്വർണ്ണക്കടത്ത് എവിടെ പോയി, അങ്ങനെ ഒരുപാട്. സ്വർണ്ണക്കടത്ത് തുടങ്ങിയത് കേരള പോലീസും ഒക്കെയാണല്ലോ അന്വേഷണം തുടങ്ങി, പിന്നീടാണല്ലോ NIA-ക്ക് കൊടുത്തത്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ഈ പറഞ്ഞതുപോലെ ഒരു ചവിട്ടിപ്പിടി ഉണ്ടായിട്ടുണ്ട്. ആ ചവിട്ടിപ്പിടി ഇനി നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും VD സതീശൻ സർക്കാർ ഈ കാര്യത്തിൽ ശക്തമായ ചില നടപടികൾ സ്വീകരിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മൃഗീയമായ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നിട്ട് CPM എന്ന് പറയുന്ന ആ പാർട്ടി കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചപ്പോൾ നടന്ന ക്രമക്കേടുകളും അഴിമതിയും അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല. അത് അന്വേഷിക്കാതിരുന്നാൽ ശക്തമായ ജനരോഷം VD സതീശൻ സർക്കാരിനെതിരെ ഉയരും. അത് UDF ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF കുറേയൊക്കെ ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കും, അന്വേഷണം നടത്തി സത്യം കണ്ടെത്തി നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ നിലകൊള്ളുന്നത്.